മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അതിലൊന്ന് വാഹനം. ചില ആളുകൾ വാഹനമെടുത്താൽ പിന്നെ തുടങ്ങും അദ്ദേഹത്തിന് നാശം എന്നുള്ളത്. ആ വാഹനം എപ്പോൾ ഓടിച്ചു പോയാലും ആ വാഹനത്തിന് അടികൾ കിട്ടും, അപകടങ്ങൾ സംഭവിക്കുന്നു. ഇങ്ങനെ തുടങ്ങി പല കാര്യങ്ങളും ആ വാഹനത്തിൽ സംഭവിക്കും. എന്താ പറയുക, ശകുനം എന്നെല്ലാം പറയൂലേ, അതുപോലെ. രണ്ടാമത്തെ കാര്യം എന്നുള്ളത് അവൻ്റെ വീടാണ്. വീട് എന്ന് പറയുമ്പോൾ ഒരാളിപ്പോൾ അവൻ്റെ പുതിയ വീടെടുത്ത് മറ്റൊരു വീട്ടിലേക്ക് പോകുമ്പോൾ ആ വീട്ടിൽ വെച്ച് അദ്ദേഹത്തിന് സംഭവിക്കുന്നത് മരണങ്ങൾ സംഭവിക്കുന്നു, മറ്റ് കടങ്ങൾ, ഇങ്ങനെ പല ജാതി വല്ലതും പലരും കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ചിലയാൾക്ക് സംഭവിക്കുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം എന്നുള്ളത് അവൻ്റെ ഭാര്യയാണ്. അല്ല ഫാത്തിമ, നീ വരുന്നതിന് മുമ്പ് നല്ല സന്തോഷത്തോടു കൂടി ഞാൻ ജീവിക്കുന്നുണ്ടായിരുന്നു. നീ വന്നതിന് ശേഷം എനിക്ക് ഇതുവരെ സന്തോഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനത്തെ ഒക്കെ രീതിയിലൊക്കെയാണ് ഭാര്യമാർ വന്നാൽ നമുക്ക് വരുന്ന സങ്കടങ്ങൾ. അതുകൊണ്ട് തന്നെ വാഹനമാണെങ്കിൽ നമുക്കതിനെ ഉപേക്ഷിച്ച് കളയാം. അതുപോലെ തന്നെ വീടാണെങ്കിലും അതിനെ നമുക്ക് വേണ്ടെന്ന് വെക്കാൻ നമുക്ക് ഉപേക്ഷിക്കാം. പക്ഷെ ഭാര്യയാണെന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ഒരു പരീക്ഷണമാണെന്നല്ലാതെ മറ്റൊന്നും കരുതാനാവില്ല. അതുകൊണ്ട് തന്നെ അതിനെ സഹിക്കാനല്ലാതെ മറ്റൊന്നും നമുക്കെന്ത് ചെയ്യൂല. അതുകൊണ്ട് തന്നെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മവരും വളരെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുക.